അപ്പൊ എന്തായാലും ഇപ്പോ ദൃശ്യത്തിന്റെ തിരക്കിനിടയിൽ അല്പം നേരം ഈ ഒരു കൊച്ചു സിനിമയും കൂടി കാണുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? ഞാൻ വെച്ചാൽ എല്ലാം പുതിയ മുഖങ്ങളാണ് പോസ്റ്ററിൽ കാണുന്നത്. ഇവിടെ ചേട്ടൻ മുഖം മാത്രമേ ഉള്ളൂ നമുക്ക് അറിയുന്ന ഒരു മുഖമുള്ളൂ. അപ്പൊ ഒരു പുതിയ ഒരു കുട്ടികളുടെ കൂടെ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഇവരൊക്കെ ആദ്യമായിട്ടാണ്, കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് ഡയറക്ടറുമായിട്ട് പരിചയപ്പെടണം ഇവിടെ വന്ന. പിന്നെ എല്ലാം പുതിയൊരു, പിന്നെ ആ പടം അറിയാവുന്ന എനിക്ക് ടോൺസിന് മാത്രം അറിയാം, ക്യാമറമാൻ. പക്ഷെ ക്യാമറമാൻ വിളിച്ചിട്ടാണല്ലോ വന്നത്. പക്ഷെ ഡയറക്ടറുമായിട്ട് പരിചയപ്പെട്ടതിന് നമ്മളെ പങ്ക ഇതായി. പക്ഷെ കുട്ടികളൊക്കെ നമ്മൾ വിചാരിക്കണ പോലെയല്ല, നമ്മളെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ. ഡയറക്ടറും പറഞ്ഞു അവർക്ക് സ്ക്രിപ്റ്റ് ഒന്നും അങ്ങനെ അവരൊക്കെ ചെയ്യുന്നത് കാണണം. ഇത് രസമായിട്ട് ചെയ്ത കരയാനൊക്കെ പറഞ്ഞാൽ അങ്ങ് നിന്ന് കരയും. ഭയങ്കര ആർട്ടിസ്റ്റുകളാണ്. അവന്മാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയല്ലോ എനിക്ക് വലിയ താല്പര്യം. തമാശ അല്ല, നന്നായിട്ട് എഴുതണം. മകനല്ലേ അവനൊക്കെ നല്ല രസമായിട്ട് എഴുതണം. നല്ല ടാലൻ്റ് ഉണ്ടോ കയ്യിലാണ്. 4 പേരും അതെട്ടോ. 4 പേര് മാത്രമല്ല, അതിൻ്റെ അകത്ത് 10-20 വേറെ കുട്ടികളും ഉണ്ട്. ഒരു സ്കൂള് മൊത്തം എടുത്തേക്കുക. അന്ന് അവിടെ പഠിത്തവും നടക്കുക. അവിടെ നടക്കുന്ന SLC പരീക്ഷയുടെ ഒക്കെ ടൈമാണ് ഈ ഇത് നടക്കുന്നത്. പക്ഷെ അവരും സഹകരിക്കും, അത് സ്കൂളുകാർ. നല്ലൊരു ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പം എന്തായാലും സംഭവം അടിപൊളിയോട്ടെ. ഇവരുടെ പോലെ ദൃശ്യം 3 ഇനി ഇറങ്ങിയിട്ട് നമുക്ക് കാണാം. ദൃശ്യം 3 ഇനി ദൃശ്യം 4 ഒക്കെ വരട്ടെ അല്ലെ? ചോദിച്ചിട്ടുണ്ടോ അതിലൊക്കെ? ഇല്ല, അതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല അന്ന്. പക്ഷേ ആനന്ദി ചേട്ടൻ പറഞ്ഞു ദൃശ്യം 4 ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന്. പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. അല്ല, ഇതന്നെ ഭാഗ്യമാണ് 2 നിങ്ങൾ വീണ്ടും തുടർന്ന് ഇതിൽ വരുന്നു എന്ന് പറയണത്. ഇത്രയും ശരിക്കും എവിടെ നിന്ന് തുടങ്ങിയതാണ്? 13 വർഷം മുമ്പ് തുടങ്ങിയതാണ്. 1 വന്നു, 2 വന്നു, 3 കുറെ പുതിയ ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നു. പിന്നെ അതൊരു സീരീസ് പോലെ അങ്ങ് നീണ്ടു പോവാണ്. സീരീസ് പോലെ. അപ്പൊ എന്തായാലും അടിപൊളിയോട്ടെ. അപ്പോൾ ഓക്കെ.